ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇസ് ജയ ജോൺസൺ സി. ഇന്നത്തെ എൻ്റെ എല്ലാ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷം വിചാരിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ടോപ്പിക്കിൽ കിടക്കാം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്, എന്തു കാര്യവും നമ്മൾ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും പലരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് എനിക്കറിയാം. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ, ചിലവർ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു മടുപ്പോടെ അതെങ്ങനെയും ചെയ്ത് തീർക്കണം എന്ന രീതിയിൽ ചെയ്യുന്ന പല ആൾക്കാരെയും നമുക്ക് കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതെന്താന്ന് ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിനൊരു സിൻസിയാരിറ്റി അല്ലെങ്കിൽ അതിന് നല്ലൊരു ഗുഡ് റിസൾട്ട് അത് ചെയ്ത് കിട്ടുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് അത് നമുക്ക് ലഭിക്കുന്നു. ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടോടെ ചെയ്യുന്നതാകുമ്പോൾ അതൊന്ന് ചെയ്ത് തീർന്നു അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞു, അതുകൊണ്ട് ആർക്കൊരു ഗുണമോ അല്ലെങ്കിൽ ആ വിചാരിച്ച പോലെ ഒരു രീതിയോ അത് കിട്ടുന്നില്ല, റിസൾട്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഗണത്തിൽ അതുപോലെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ആത്മാർത്ഥമായി നമ്മുടെ കഴിവിൻ്റെ പരമാവധി, നമ്മുടെ അറിവിൻ്റെ പരമാവധി നമ്മൾ അതിൽ സമർപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൻ്റെ നല്ല സംതൃപ്തി അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും. അപ്പോൾ ആ റിസൾട്ട് കിട്ടുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ആ ഒരു സമൂഹമോ അത് വളരെയധികം അവർക്കും അതൊരു ഗുണമായി ലഭിക്കുന്നു. അവർ പിന്നീട് അത് ഓർക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ നമ്മൾ പലതും നമ്മളെ പ്രഷറൈസ് ചെയ്ത് അല്ലെങ്കിൽ അത് നിർബന്ധ ബുദ്ധിയോടെ അത് ചെയ്യണം, ഒരു ഒരു അടിച്ചേൽപ്പിക്കുന്ന പോലെ ഒരു കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതിലുപരി നമ്മൾ കണ്ടറിഞ്ഞ് നമ്മളെ ഇഷ്ടത്തോടെ, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കും അതിൻ്റെതായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പല ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാര്യം കൊണ്ട് കൂടുതൽ ഗുണമുണ്ടാകുന്നതിലേക്ക് അത് ഒരു മടങ്ങൂടി നമുക്ക് നല്ല രീതിയിലേക്ക് അതിൻ്റെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തു കാര്യമായിക്കൊള്ളട്ടെ, നമ്മൾ അതിനെ ഒരു ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു അതിലുപരി ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന സമയത്തും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമുക്കും അതിൻ്റെതായ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതായി പലപ്പോഴും കാണുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോപ്പിക് നിർത്തുന്നു. ജയ